ഏറ്റവും സിമ്പിൾ ഒരു മഷ്റൂം റെസിപ്പിയാണ് കേട്ടോ അത്. അതായത് നമ്മൾ മഷ്റൂം ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മഷ്റൂം ഒന്ന് വേവിക്കും. മഷ്റൂം വേവിക്കുമ്പോൾ വെന്ത ഒരു മണം വരുമല്ലോ, അത് മാറ്റി വെച്ച ശേഷം ആ മഷ്റൂമിലോട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല എന്തൊക്കെ പൊടികളാണ് ആവശ്യം, പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അത് എണ്ണയിൽ വറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അത് എണ്ണയിലാകുമ്പോഴത്തേനും നല്ല ഫ്രൈ ആവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഏറ്റവും സിമ്പിൾ ആണ്. വേറെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗാർലിക് കൂടി ഇടാം, ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഗാർലിക് ഇട്ട ശേഷം മഷ്റൂം ഇടാം. അപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് ടോഫു ഇതുപോലെ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത ഐറ്റംസ് നമുക്ക് ഫ്രൈഡ് റൈസിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാം, അല്ലാതെ വെറുതെയും കഴിക്കാം. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഒരു ട്രിക്ക്, ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത്. ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെ നമ്മൾ കുറച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇരുമ്പിൻ്റെ ഒരു അയൺ കണ്ടന്റും കൂടെ അതിനകത്തോട്ട് വരും എന്ന് വെച്ചിട്ട് ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ കുറച്ച് പാചകമൊക്കെ ചെയ്യാറ്. അപ്പം എനിക്കെന്നൊക്കെ വെച്ചാൽ ഫാറ്റ് കണ്ടന്റ് ബോഡിയിൽ കുറവായതുകൊണ്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത ഐറ്റംസ് മാക്സിമം കഴിക്കാനാണ് എൻ്റെ ഡയറ്റീഷ്യനൊക്കെ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് എന്ത് സാധനം പരമാവധി ഫ്രൈ ചെയ്ത് ഓവറാവരുത്, പക്ഷെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് എനിക്ക് നല്ലതാണ്. പക്ഷെ എണ്ണയുടെ ഐറ്റംസ് അധികം കഴിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഡയറ്റീഷ്യൻ പറഞ്ഞിരിക്കുന്നത് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വെളിച്ചെണ്ണയിലൊക്കെ കാലറിയൊക്കെ കൂടാൻ വേണ്ടിയിട്ടും ഫാറ്റ് കണ്ടന്റും കൂടാൻ വേണ്ടിയിട്ടും. സോ അപ്പോൾ എനിക്ക് ഇത് പറ്റിയൊരു റെസിപ്പിയാണ് തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഒരു ആക്കി കൊടുക്കുന്നതിന്. പിന്നെ നമുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോഴും വേണമെങ്കിൽ ഈ ഫ്രൈ ചെയ്ത സാധനം അതിനകത്തോട്ട് ഇടുകയും ചെയ്യും. നമ്മൾ അത്രയും സംസാരിച്ചിരുന്നപ്പോൾ തന്നെ ഇത് കുറേ കുക്കായിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു കഷ്ണമില്ല, അത്രയും രീതിയിൽ അതങ്ങ് ഒരു ഗ്രില്ലൊക്കെ ചെയ്ത പോലെ ഒന്ന് വെന്ത് വരണം. എല്ലാ കഷ്ണങ്ങളും അതുപോലെ ഒന്ന് വെന്തെന്നല്ല, ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് പരിപാടി നിർത്താൻ പറ്റും. ഇതാണ് നമ്മുടെ മഷ്റൂം 65 എന്ന് എന്ത് വേണമെങ്കിലും വിളിക്കാൻ പറ്റുന്ന ഐറ്റം. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്, അതുപോലെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഗാർലിക്കും കൂടെ എണ്ണയിൽ ആദ്യം ഞാൻ ഇടാറുള്ളതാണ്, ഇന്നിപ്പം ഞാൻ ഇട്ടില്ല. അപ്പോൾ ഗാർലിക് കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഗാർലിക്കിൻ്റെ ടേസ്റ്റും കൂടി ഇതിനകത്ത് വരും. ഏത്തക്കാപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ. കുറച്ച് എള്ളൊക്കെ ഇട്ട് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പല പല ഷേപ്പിൽ ഏത്തക്കാപ്പം.